സാറിൻ്റെ മക്കൾക്ക് ഇപ്പോഴത്തെ പുതിയ രണ്ടാം മക്കളല്ലേ? അതെ. അവർക്ക് മ്യൂസിക്, അവർ മ്യൂസിക് ഇഷ്ടപ്പെടുന്നവരാണ്. അവരെ ഞാൻ മ്യൂസിക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അടിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ മ്യൂസിക് പഠിച്ചതിന് അടി വാങ്ങിയ ഞാൻ, മ്യൂസിക് പഠിക്കാൻ വേണ്ടി അടി വാങ്ങിയ ആളാണ്. അപ്പം ഞാൻ ഇവർ മ്യൂസിക് പഠിക്കാൻ വേണ്ടി ഞാൻ അടി ഇവരൊക്കെ കൊടുക്കാന്ന് പറഞ്ഞ് അതിലൊരു കുഴപ്പം തോന്നി. അന്ന് നിർത്തി. വേണ്ട, അവർക്ക് അതിൻ്റെ താല്പര്യം മറ്റു പലതിനോടാണ്. അതൊരു പക്ഷേ നന്നായി എന്ന് വേണമെങ്കിൽ വയ്ക്കാം. മകനൊരു സിനിമ ആഗ്രഹമുണ്ടെന്ന് അറിയാം. ഇപ്പൊ ഹീറോ ആയിട്ട് അവൻ ഇപ്പോൾ ലവകുമാർ എന്ന് പറഞ്ഞിട്ട് ജോജോ വർഗീസ് ഡയറക്റ്റ് ചെയ്യുന്ന പടം, പ്രകാശ് എന്ന് പറഞ്ഞിട്ട് പ്രൊഡ്യൂസറാണ്. ആക്ച്വലി ഇവനെ അങ്ങനെ കാസ്റ്റ് ചെയ്തതൊന്നുമല്ല. അത് ഷൂട്ടിംഗ് പാട്ടുകളൊക്കെ ഞാൻ തന്നെയാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്. പടത്തിൻ്റെ ഒരു ഷൂട്ടിംഗ് ആരംഭിക്കുന്നതിന് മുമ്പാണ് അതിൽ മുൻപ് നിശ്ചയിച്ചിരുന്ന ഹീറോയിൻ എന്തോ കാരണങ്ങൾ കൊണ്ട് അതിൽ പങ്കുകൊള്ളാൻ പറ്റാണ്ട് വന്നു. അപ്പോൾ മറ്റൊരാൾക്ക് വേണ്ടി, പകരക്കാരന് വേണ്ടി അന്വേഷിച്ചിട്ട് കിട്ടാതെ കണ്ട് വന്നപ്പോൾ എന്നാൽ പുതുമുഖത്തിനെ വെച്ച് ചെയ്യാം, ഇനിയും നന്നായിട്ട് ഇരിക്കും എന്നുള്ളൊരു അഭിപ്രായം അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു. പക്ഷേ 1-2 പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് ഈ ഡയറക്ടർ. അപ്പം അന്ന് ഇവനെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം. വെറുതെ ഒരു കാഷ്വൽ ഇതിൽ വേല എൻ്റെ അടുത്ത് ചോദിച്ചു, അരുണിന് എത്ര പ്രായമായെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അരുണിന് പ്രായം, കല്യാണം കഴിക്കാറായിട്ടില്ല പറഞ്ഞു. അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കിരണിനെ കുറിച്ചായിരിക്കും ചോദിക്കുന്നത്. കിരണിന് 26-27 വയസ്സായി എന്ന് പറഞ്ഞു. ഇപ്പോൾ 27, ഹീസ് ഗോയിങ് 26 നൗ റണ്ണിങ്. അതല്ല, രണ്ടാമത്തെ മകൻ തന്നെയാണ്. അവൻ കോളേജിൽ എഞ്ചിനീയറിംഗ് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കണം. പരീക്ഷ ഇപ്പോൾ കഴിയും. ഇനി 2 ആഴ്ച കഴിഞ്ഞാൽ കഴിയും. അപ്പോഴും ഞാൻ തമാശയ്ക്ക് പറഞ്ഞു, എന്തായാലും ഇപ്പം ഒന്ന് പെണ്ണ് ആലോചിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോഴാണ് അവൻ പറഞ്ഞത്, സാറേ അവൻ്റെ കുറച്ച് ഫോട്ടോ അയച്ചു തരുമോ? ഞാൻ പറഞ്ഞു, എന്തിനാണ്? നമുക്ക് ഹീറോ ആയിട്ട് പറയുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ പറഞ്ഞു, എനിക്ക് വല്ല വിവരമില്ലേ, കാരണം എന്താണ് ഇവൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. പക്ഷെ പിന്നീട് ഇവൻ്റെ കസിൻസിൽ നിന്ന് മനസ്സിലായി, ഇവൻ ഈ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ അതിനു വേണ്ടിയിട്ട് അഭിനയം പഠിച്ചില്ല. പക്ഷെ ഒരു പടം എടുത്ത് 100 പ്രാവശ്യം കാണും, റീവൈൻഡ് ചെയ്ത് അഭിനയിക്കുന്ന പല രീതികൾ കണ്ടു പഠിച്ചിരിക്കുകയാണ് ഇവൻ. ഇപ്പൊ ഇവന്റെ മനസ്സിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു തോട്ട് കിടക്കുന്നുണ്ട്, അങ്ങനെ ഒരു ടേസ്റ്റ് കിടക്കുന്നുണ്ട്. പക്ഷെ ഒന്നും എൻ്റെ അടുത്ത് പറയാൻ പേടിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്തായാലും ഒരു കാര്യം ചെയ്യാം, അവന്റെ കോളേജ് ഇപ്പൊ കഴിയും, ഒരു കൊല്ലം എന്തായാലും അവന് ഇപ്പൊ അടുത്ത കൊല്ലം MS പോകാനുള്ള ഐഡിയ ഉണ്ട്. അതുകൊണ്ട് ഇക്കൊല്ലം എന്തെങ്കിലും തട്ടിമുട്ടി നടക്കുക, എന്തെങ്കിലും ചെയ്തിട്ട് അവനോട് നേരിട്ട് ചോദിച്ചോ. ഞാനായിട്ടൊരു കാര്യമില്ല പറഞ്ഞു. അവനോട് നേരിട്ട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, എപ്പോഴാ വരണ്ടേന്നാണ് അവൻ ചോദിച്ചത്. അങ്ങനെ നേരെ അങ്ങോട്ട് പോയി. ഫ്രാങ്കോ എൻ്റെ സിസ്റ്ററുടെ, ഞാൻ പറഞ്ഞില്ലേ, ഫ്രാങ്കോന്റെ മാത്രം നന്നായിട്ട് പാടും, അസാധ്യമായിട്ട് പാടും. മ്യൂസിക് ഇപ്പൊ ജനറേഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും. അതെ, മ്യൂസിക് ജനറേഷൻ. അപ്പോൾ അതിൽ ഓഫ് കോഴ്സ് എൻ്റെ താഴെയുള്ളവനല്ലേ, അടുത്ത ജനറേഷനാണ് ഫ്രാങ്കോ. എൻ്റെ കൂടെ ആയിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അവനൊരു 14 വയസ്സൊന്നുമല്ല, അവൻ്റെ ഒരു 12-13 വയസ്സുള്ളപ്പോൾ തുടങ്ങിയ എൻ്റെ കൂടെ അവൻ വിടും. അവൻ ഈ കോളേജിൽ പഠിക്കാൻ പോക്കൊക്കെ കുറച്ച് കുറവായിരുന്നു. എൻ്റെ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് ചാടിയും കിട്ടു വരും. അങ്ങനെ എല്ലാ റെക്കോർഡിങ്ങുകളും എനിക്ക് 12 സ്പർശം എന്ന് പറഞ്ഞ പടം തൊട്ടാണ്. പിന്നെ കുറേ കാലം എൻ്റെ കൂടെ അസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ നടന്നു. അവൻ്റെ കോളേജൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ പിന്നെ വേറെ ഒന്നും എനിക്ക് ജോലിക്കൊന്നും പോയില്ല. ഇവിടെ സംഗീത കോളേജിൽ പഠിച്ചു ആ കാലഘട്ടത്തിൽ. പിന്നെ ഇവിടെ ആളെ വെച്ച് പഠിപ്പിക്കുകയൊക്കെ ചെയ്തു. പിന്നെ അവൻ്റെ ഫാമിലി ഇങ്ങനെ സ്റ്റേറ്റ്സിൽ പോയപ്പോൾ അവൻ കുറച്ചും കൂടി ഇതിലേക്ക് ഇതായി. പിന്നെ അവൻ്റെ കുറച്ച് പാട്ടുകളൊക്കെ ഹിറ്റായി. ഇപ്പം മൊത്തം ആള് തെലുങ്കിലും തമിഴിലൊക്കെ അവൻ ഒരുപാട് പാടുന്നുണ്ട്. ഹാരിസ് ജയരാജിന്റെ പാട്ടുകളൊക്കെ പാടുന്നുണ്ട്. എല്ലാവരുടെയും പാടുന്നുണ്ട്. ഇത്രയും സമയം എന്നെ ഒരുപാട് സംഗീതത്തിൽ കൂടെ, രാഗങ്ങളിൽ കൂടെ, താളങ്ങളിൽ കൂടെ സാറിൻ്റെ ഒരുപാട്, പിന്നെ എന്താ പറയുക, കൊച്ചുകുട്ടി ആ സെൻറ് തോമസ് തൃശ്ശൂർ കാലഘട്ടത്തിലൂടെ കൊണ്ടുപോയി വളരെ വളരെ സന്തോഷമുണ്ട് സാർ. ഇത്രയും തിരക്കിൽ, എനിക്കറിയാം ബോഡി ഗാർഡിൻ്റെ തിരക്കിലാണെന്ന് എനിക്കറിയാം. അത് ഇത്തിരി സമയം ഞങ്ങൾക്ക് തന്നേനെ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.